CPMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം സ്ഥലം ഡൽഹിയിലെ കേരള ഹൗസ്. പക്ഷെ ചർച്ചയായത് ദേശീയ രാഷ്ട്രീയം മാത്രമല്ല, കേരള രാഷ്ട്രീയവും. പ്രത്യേകിച്ച് പിണറായി വിജയന്റെ ശൈലിയും. മുഖ്യമന്ത്രി തന്നെയാണോ പ്രതിപക്ഷ നേതാവിന്റെ റോളിലേക്ക് പോകുന്നത് എന്ന ചോദ്യം ചില കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉയർത്തിയതിനെ വാർത്തകൾ ഇപ്പോൾ വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. കേരളത്തിൽ പ്രതിപക്ഷം CPM തന്നെയാണ്. അതിന്റെ നേതാവായി വരുന്നത് വീണ്ടും പിണറായി ആണോ എന്നാണ് ചോദ്യം. അത് പലപ്പോഴും ഒരു ഭരണാധികാരിയുടെ ആത്മവിശ്വാസം പോലെയല്ല, ഒരു പാർട്ടി നേതാവിന്റെ ആക്രമണ രാഷ്ട്രീയമായി മാറുന്നുവെന്നാണ് വിമർശനം. സഭയ്ക്കുള്ളിലും പുറത്തും മാധ്യമങ്ങൾക്ക് മുന്നിലും മുഖ്യമന്ത്രി പലപ്പോഴും കോൺഗ്രസിനെയും BJPയെയും കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നു. അതിൽ രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഭരണപരമായ കാര്യങ്ങൾ പിന്നിലേക്ക് പോയതിന്റെ ആശങ്കയാണ് പാർട്ടിക്കുള്ളിൽ പലപ്പോഴും ഉയരുന്നത്. കാരണം CPMന് ദേശീയ തലത്തിൽ ഇപ്പോൾ വലിയ വെല്ലുവിളികളാണ്. കേരളം മാത്രമാണ് പ്രധാന അധികാര കേന്ദ്രം. വർഗീയ പാർട്ടിയാണ് BJP എന്ന് ആഞ്ഞു വാദിച്ചിട്ടും വലിയ 2 മണ്ഡലം പുഷ്പം പോലെ അവർ കൊണ്ടുപോയി. അതിനാൽ കേരളത്തിലെ സർക്കാരിന്റെ ഇമേജ് പാർട്ടിക്ക് വളരെ പ്രധാനമാണ്. അവിടെ മുഖ്യമന്ത്രി സ്ഥിരമായി കൺഫണ്ടേഷൻ പൊളിറ്റിക്സിലേക്ക് പോകുന്നു, ജനങ്ങളിൽ നെഗറ്റീവ് പെർസെപ്ഷൻ ഉണ്ടാക്കുന്നു എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ നേതാക്കൾക്കുള്ളത്. കേരള ഹൗസിലെ ചർച്ചയിൽ മറ്റൊരു പ്രധാന വിഷയം സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ കുറവുണ്ടോ എന്നും വിമർശനം വരുന്നുണ്ട്. ലൈഫ് മിഷൻ, K-ഫോൺ, പൊതുവിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, ഇതെല്ലാം ജനങ്ങളും സർക്കാരും എടുത്തു പറയുമ്പോഴും ജനങ്ങൾക്കിടയിൽ കൂടുതൽ കേൾക്കുന്നത് വിവാദങ്ങളും രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളുമാണ്. അതായത് വികസനത്തിന് വിവാദത്തെക്കാൾ പ്രാധാന്യം കൊടുക്കണമെന്നാണ് ചില അംഗങ്ങൾ പറഞ്ഞത്. മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എല്ലാ വിഷയത്തിലും നേരിട്ട് പ്രതികരിക്കേണ്ടതില്ല. പാർട്ടിക്ക് വേറെയും നേതാക്കളുണ്ട്. സർക്കാരിന്റെ തലവൻ എന്ന നിലയിൽ കൂടുതൽ സ്റ്റേറ്റ്മാൻസ് ഇമേജ് വേണം. അതായത് പക്വതയോടെ കാര്യങ്ങൾ നോക്കുകയും നിരീക്ഷിക്കുകയും വേണം. ഇത് വെറും വ്യക്തിപരമായ വിമർശനം മാത്രമല്ല. മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ശക്തമായി പ്രതികരിച്ചത് ദൗർബല്യം കൊണ്ടല്ല, രാഷ്ട്രീയ ആക്രമണങ്ങളെ നേരിടാൻ എന്നാണ് വാദം. സ്വർണ്ണക്കടത്ത് കേസ് മുതൽ മാസപ്പടി വിവാദം വരെ സർക്കാരിനെതിരായ ആരോപണങ്ങൾ ശക്തമായ സാഹചര്യത്തിൽ നിശബ്ദമായ രാഷ്ട്രീയം CPMന് ഗുണം ചെയ്യില്ലെന്നാണ് ഇവരുടെ വാദം. ഇങ്ങനെ നോക്കുമ്പോൾ കേരള ഹൗസിൽ ഇപ്പോൾ നടക്കുന്ന ഒരു ചർച്ച അസാധാരണ യോഗ ചർച്ചയല്ല, CPMന്റെ ഭാവി രാഷ്ട്രീയത്തിന്റെ ടോൺ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ്. പിണറായി വിജയൻ ഇനിയും പഴയ പോലൊരു ആക്രമണ രാഷ്ട്രീയം തുടരുമോ, അല്ലെങ്കിൽ വീണ്ടും പഴയ പോലൊരു പാർട്ടി നേതാവായി മാറുമോ? അത് ഇനി വരുന്ന മാസങ്ങളിലെ കേരള രാഷ്ട്രീയത്തെ തന്നെ നിർണ്ണയിക്കാൻ ഇടയുണ്ട്. ഇനി ഒരു ഭരണ തിരിച്ചുവരവ് ഉണ്ടാകണമെങ്കിൽ പിണറായി വിജയന്റെ നേതൃത്വം പോരായ്ക വരുമെന്നുള്ളത് വ്യക്തമാണ്. അത് മുൻനിർത്തിയാണ് പിണറായി വിജയൻ തലപ്പത്തേക്ക് വരണ്ട എന്ന് താഴെ തട്ടിലുള്ളവർ വാശി പിടിക്കുന്നത്. നേതൃത്വം ദയനീയമായിരുന്നുവെന്നും ഏകാധിപത്യം അനുവദിക്കില്ല എന്നുമാണ് ഏരിയ കമ്മിറ്റിയിലുള്ളവർ ഉറപ്പിച്ചു പറയുന്നത്.